ഹലോ ഗായ്സ്, ഇന്ന് ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങിച്ചെണിച്ചിട്ട് അമ്മനെ ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ഇന്ന് പോവാന്ന്. അങ്ങനെ നമ്മൾ ഒറ്റ മൈൻഡിൽ കഴിഞ്ഞൊരു കഥയാണ്. 12-1 മണിയിലാകുമ്പോൾ നമ്മളൊരിടത്ത് ഫുഡ് കഴിക്കാൻ കയറി ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നെ മമ്മാവും ഉപ്പാവും ചപ്പാത്തി ആയിരുന്നു ഗൈസ് വാങ്ങി. ചപ്പാത്തിയും എന്തോ കറിയും 65 എല്ലാം വാങ്ങിയിട്ടുണ്ടായി. നല്ല ടേസ്റ്റ് ഉണ്ടായി. കാഞ്ഞങ്ങാട് അങ്ങോട്ട് എവിടെയുള്ളൊരു സ്ഥലമാണ്, നേരെ ഓർമ്മയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ നമ്മൾ ഈ ടൈം തന്നെയാണ് നമ്മൾ പ്ലാനാക്കുന്നത് എടുക്ക് പോകണമെന്ന്. ഫൈനലി സ്പോട്ട് സെലക്ട് ആക്കി നമ്മൾ വീലാൻഡ് പാർക്ക് കണ്ണൂരുള്ള അടുത്തേക്കാണ് പോയത്. അപ്പോൾ അതൊരു വാട്ടർ പാർക്കും ആണ്. പിന്നെ അവിടെ ജുമ്മിക്കും ജാബിയാച്ചാക്കും കുറച്ച് ഫാൻസ് എല്ലാം ഉണ്ടായി. പിന്നെ വാട്ടർ പാർക്കായതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സ് കൊണ്ടുപോയിട്ടുണ്ടായിട്ട് നമുക്ക് പ്ലാൻ ഉണ്ടായിച്ചാൽ നമ്മൾ എടുക്ക പോകുന്നതെന്ന്. അതുകൊണ്ട് അതിന് ചേഞ്ച് ആക്കാനുള്ള ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൽ കീഞ്ഞിട്ട് കൊണ്ടുപോയിച്ചാൽ. അങ്ങനെ കുറേ സമയം ശേഷം ഞാനും ചെറുവും ജാവേച്ചവും ചുമ്മിയും ഒരു ചവിട്ടുന്ന ബോട്ട്, അതിൻ്റെ പേരെന്തെന്ന് നമുക്കറിയില്ല, അതിൽ കയറിയിട്ടുണ്ടായി. ലൈഫ് ജാക്കറ്റെല്ലാം ഇട്ടിച്ച് പാടെ നല്ല രസമുണ്ടായി. സ്പീഡ് ബോട്ടും ഹൗസ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നമ്മ ഇതായിരുന്നു സെലക്ട് ആക്കിയത്. നമുക്ക് കുറച്ച് ആൾക്കാർ തന്നെ ഉണ്ടായത്, അതുകൊണ്ടാണ്. പിന്നെ കഴിഞ്ഞാൽ നല്ല മയെല്ലാം വരാൻ തുടങ്ങി. പിന്നെ അവിടെ കുറച്ച് ഇങ്ങനത്തെ പാർക്കും സീസോ അതെല്ലാം കളിച്ചിട്ടാകുമ്പോൾ തന്നെ നല്ലോണം ടൈം പോയി. പിന്നെ നമ്മൾ കുറച്ചവിടെ നടക്കാനെല്ലാം തുടങ്ങി ഗൈസ്. നടന്നിട്ടാകുമ്പോൾ അവിടെ ഒരു ഈഫിൽ ടവർ പോലത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ അടുത്തൊരു വീഡിയോ ആണ്. എനിക്ക് തന്നെ ശരി വന്നത് ഇത് കാണാൻ. പിന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ ആക്കിയിട്ട് ടൈം സ്പെൻഡ് ആക്കി. പിന്നെ നമ്മൾ ഒരു ഗോസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ എന്നെ കണ്ടിച്ച് പറയും അതിൻ്റെ വിശേഷം. കൊണ്ടുപോയില്ലേ ക്യാമറ? ഒരു 3D നോക്കാൻ പോയിട്ടുണ്ടായി. കാണുമ്പോൾ അങ്ങനെ പേടിയൊന്നുമില്ല. അങ്ങ് മീത്തൊന്നും തായൊന്നും സോപ്പും വെള്ളമെല്ലാം മുട്ടയൊക്കെ തെറിച്ചിട്ട് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ രണ്ടാളും കുളിച്ച പോലെ ഉണ്ടായി. അത് നല്ല രസമുണ്ടായി. പിന്നെ ഓറ് മാവും ജമ്മിയും ജാജെല്ലാം ട്രെയിനിൽ കയറിയിട്ടുണ്ടായി. അതിൻ്റെ ഒരു വീഡിയോ ആണ്. പിന്നെന്തായി, പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് അതിൻ്റെ ഒന്ന് വീഡിയോസും ഫോട്ടോസൊന്നും ഇട്ടില്ല, ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ശേഷം ഇത് നമ്മൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നല്ല മഴ വന്ന കേസ്. പിന്നെ ജാവേച്ച മഴ കൊള്ളാതിക്കാൻ വേണ്ടി നിന്ന സ്ഥലമാണത്. പിന്നെ ചെറുവും തനു ചിക്കു ജ്യൂസ് എന്തോ ഓർഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചായയാണ് കുടിച്ചത്. ചായയും പിന്നെ കലമക്കായും പിന്നെ എന്തോ ഗോപി മഞ്ചൂരി അങ്ങനത്തെ എന്തോ മുട്ടമലല്ല അതൊക്കെയായിരുന്നു നമ്മൾ ഓർഡർ ആക്കിയത്. പിന്നെ ഓർക്ക് രണ്ടാൾക്കും ചായ വേണ്ടാന്ന് വെച്ചിട്ട് ഓരെന്തോ ചിക്കു ജ്യൂസ് എന്തോ ഓർഡർ ആക്കിയിട്ടുണ്ടായി. സ്ഥലത്തിൻ്റെ പേര് തൃക്കരിപ്പൂർ കണ്ണൂർ അങ്ങനെ എന്തോ പാടുന്നു. ഞാൻ മുട്ടമാല വാങ്ങിച്ചിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. നമ്മൾ ഇവിടുന്ന് തോന്നുന്ന പോലത്തെ ഒന്നുമല്ല. നല്ല മധുരവും കണക്കിന് മധുരവും നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ടായി. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. പിന്നെ നമ്മൾ എന്താക്കി, പിന്നെ നമ്മളാണ് കുറച്ച് സമയം ഇരുന്ന് അടുത്ത സംഭവം എല്ലാം നോക്കി. പിന്നെ കുറേ രാത്രി ആകുമ്പോൾ ഇങ്ങനത്തെ ലൈറ്റ്സ് എല്ലാം വരുന്നുണ്ട്. ലൈറ്റ് കുറേ നമുക്ക് അടുത്ത ലൈറ്റ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാണാൻ നല്ല രസമുണ്ടായി. ഡൈനോസറും രാത്രി ആകുമ്പോഴേക്കാണ് നമുക്ക് അടുത്തുള്ള മെയിൻ ചേലെല്ലാം നമുക്ക് കാണാൻ തുടങ്ങിയത്. അടുത്തോളം ഇങ്ങനെ റൈഡ്സ് അങ്ങനെയെല്ലാം ഉണ്ടായില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്ത് പിന്നെ അവിടെ ഐസ്ക്രീമെല്ലാം തോന്നിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും എല്ലാത്തിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടാ. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് വിട്ട് കാറിൽ പോയിച്ച് നമ്മൾ ഒരിടത്ത് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞു ഗൈസ്. കാഞ്ഞങ്ങാടെല്ലാം നമ്മൾ പോയത്. പക്ഷേ നമ്മൾ ഫുഡ് കഴിച്ചത് കാസർഗോഡ് നിന്നായിരുന്നു. പിന്നെ കണ്ണാടി കാണുമ്പോൾ എന്തായെങ്കിലും വീഡിയോ എടുക്കാതെ കമൻസ് വന്നിട്ടാണ് ഞാനായിരുന്നു ഒരു മിറർ വീഡിയോ എടുത്ത്. പിന്നെ അവിടുന്ന് നമ്മൾ ഗ്രില്ല് അൽഫാം അങ്ങനത്തെയും പിന്നെ തവ ചിക്കനാ അങ്ങനെ എന്തോന്നും ഞാൻ അവിടെ എത്തി വെക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കാത്ത് ഫുഡ് വന്നിട്ടായിരുന്നു അൽഫാമ അങ്ങനെ എന്തോ. പിന്നെ അത് ഞാൻ
പിന്നെ തവ ചിക്കനും പൊറോട്ടയും മയോണൈസ് അത്ര തന്നെയായിരുന്നു. പിന്നെ ഒരു ഡ്യൂ ഓർഡർ ആക്കിയിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ തിന്നിച്ചിട്ട് എന്തായി എന്തോ ഇറ്റ. പിന്നെ എല്ലാം കഴിഞ്ഞ ശേഷം മാടുന്ന് കഴിഞ്ഞിട്ടായിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ ഒരു 9 മണിയെല്ലാം ആയിട്ടുണ്ടായി. പിന്നെ ബിഗ് ബോസ് ഒക്കെ അത്രയേ ഉള്ളൂ.